ഹായ് ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന മനോഹരമായിട്ടുള്ള ടെഡി ബെയറാണ്. അതും ടിഷ്യൂ പേപ്പർ കൊണ്ടാണ്. ഇതാ കണ്ടില്ലേ, ടിഷ്യൂ പേപ്പർ എടുത്ത് മോൻ എന്നത്തെ പോലെ തന്നെ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. ടിഷ്യൂ പേപ്പറിൻ്റെ ഈ ഫ്ലവേഴ്സ് എല്ലാം അവനാണ് ഓരോന്നോരോന്നായിട്ട് വളരെ ശ്രദ്ധയോടെ നിവർത്തി തന്നത്. ആദ്യമേ നമ്മളൊരു സ്ക്വയർ ടിഷ്യൂ ഒരെണ്ണം എടുത്താൽ മതി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി സെൻറ്ററിൽ സ്റ്റാപ്ലർ അടിച്ച് രണ്ട് സൈഡും നമുക്ക് വേണ്ടുന്ന വലിയ നീളമല്ലാതെ ഒരു ഏകദേശം മിനിമം നീളത്തിൽ വെച്ച് സ്റ്റാപ്ലർ അടിച്ചിട്ട് അത് നിവർത്തി എടുക്കുന്നതാണ് ഈ ഫ്ലവർ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ ഫ്ലവർ കുറേ എല്ലാം അത് രണ്ട് സൈഡിൽ നിന്നും നിവർത്തി ഇട്ട് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ ടെഡി ബെയറിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു വയർ ഭാഗത്തിന് വേണ്ടി വെറുതെ ന്യൂസ് പേപ്പർ എടുത്ത് കൈവച്ച് കണ്ടില്ലേ ചുരുട്ടി കൂട്ടി. ഇത് ഫോയിൽ പേപ്പറാണ്. ആ ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് നല്ലതുപോലെ ആകുമ്പോൾ ആ ഒരു ഷേപ്പ്, റൗണ്ട് ഷേപ്പ് തന്നെ നമ്മൾ ആ കൈ വെച്ച് നമ്മൾ അമർത്തുമ്പോഴത്തേക്ക് ആ ഒരു ഷേപ്പ് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുകയും ചെയ്യും. ആ ഒരു പേപ്പർ അതിൻ്റെ അകത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. സാധാരണഗതിയിൽ ഞാനിത് സെല്ലോ ടേപ്പ് വെച്ചാണ് ചുറ്റുന്നത്. ഇപ്പോൾ ഫോയിൽ പേപ്പർ കണ്ടപ്പം ഫോയിൽ പേപ്പറിൽ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ ചുറ്റിക്കെട്ടി എടുക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് എനിക്ക് കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ടെഡി ബെയറാണ്. ടെഡി ബെയർ ഇതിനു മുമ്പേ ഞാൻ കോട്ടൺ വർക്കിലും ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ല, ഇത് ചെറിയ ഒരു ബോളും വലിയൊരു ബോളും, ഈ രണ്ട് ബോളും കൂടി നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ല, ചെറിയ ബോളും വലിയ ബോളും, രണ്ട് ബോൾ. ആ ഒരു വലിയ ബോളെന്ന് വെച്ചാൽ നമ്മൾ ആ വയറിൻ്റെ ഭാഗത്തിന് വേണ്ടിയിട്ടാണ് വലിയ ബോൾ. ഇതുപോലെ തന്നെ നമുക്ക് ഇത് വെച്ച് ഈ വലിയൊരു ബോളും ഈ ഒരു ചെറിയ ബോളും വെച്ച് നമുക്ക് ബേർഡും ഇതേപോലെ സെയിം തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പപ്പിയും പിന്നെ അതുപോലെ തന്നെ ക്യാറ്റും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ക്യാറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കത് രണ്ടെണ്ണം ഒന്നിൻ്റെ മുകളിലോട്ട് വെക്കേണ്ട, സൈഡിലോട്ട് വെച്ച് ഒട്ടിച്ചെടുത്താൽ മാത്രം മതി. അതിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ ഒരു കോൺ ഷേപ്പ് ആയിരിക്കണമെന്നേ ഉള്ളൂ, ഒരു ഫേസിൻ്റെ ഇതാകുമ്പോഴത്തേക്ക്. ഇനി ഇതിൽ വെച്ച് ആ ഒരു ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതുപോലെ തന്നെ ഡോളും നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഷേപ്പിൽ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ഈ ഒരു പേപ്പർ ചുരുട്ടി, വെറുതെ പേപ്പർ ചുരുട്ടി കൂട്ടി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിലെല്ലാം ഫ്ലവർ ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി ആ ഒരു രണ്ട് കാലിങ്ങനെ നമ്മൾ നിവർത്തി വെക്കാൻ വേണ്ടിയിട്ട് വെറുതെ കണ്ടില്ല പേപ്പർ ചുറ്റി, പേപ്പർ ടേപ്പ് കൊണ്ട് ചുറ്റി ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആ ടിഷ്യൂ പേപ്പറിൻ്റെ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ആ ഒരു ചെവിക്കും അതുപോലെ ആ മുഖത്തിൻ്റെ ഫേസിനും ഒന്നും കൂടി ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഫേസ് സൈഡിന് ഒന്നും കൂടി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. മോൾ അവിടെ ഇരുന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്യുമ്പോൾ അവൾ ഓരോന്നോരോന്ന് പറയുമ്പോഴത്തേക്ക് ശ്രദ്ധ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നമ്മൾ വെറുതെ ചുരുട്ടി കൂട്ടി ഇത് എല്ലാം നമ്മൾ ആ ഒരു പേപ്പറിൽ, ന്യൂസ് പേപ്പറിൽ കവർ ചെയ്ത കണ്ടില്ല നീളത്തിൽ. അതിന് ശേഷം നമ്മൾ ഫെവിക്കോൾ ഒട്ടിച്ച് ടിഷ്യൂ പേപ്പർ വെച്ച് ഒട്ടിച്ച് കവർ ചെയ്തെടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാവുന്നത് ഒരു ക്രാഫ്റ്റ് ഐറ്റമാണ്. വളരെ എളുപ്പം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ തന്നെ ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം കണ്ടില്ലേ, B7000 അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫെവി ബോണ്ടോ വെച്ച് നല്ലതുപോലെ, ഫെവിക്കോൾ ആയാലും മതി. കാരണം ഇത് ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് ഫെവിക്കോളിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. പക്ഷേ പെട്ടെന്ന് ഒട്ടി വരണമെന്നുണ്ടെങ്കിൽ ഈ ഫെവി ബോണ്ട് യൂസ് ചെയ്താൽ മതി. ഇതെന്ന് വെച്ചാൽ ഒരു ലേസാണ്, നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ബൊക്കെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കത് യൂസ്ഫുള്ളായിട്ട് വരുന്നത്. അതിൻ്റെ ഉണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അത് ആ ഒരു ടൈ ആയിട്ട് കഴുത്തിൽ കെട്ടുകയാണ്. ഇതിൻ്റെ റെഡ് കളർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരുന്നേനെ. ഇത് ഞാനത് ചുറ്റി കെട്ടിയെടുക്കുകയാണ്. അപ്പം നമ്മളെ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കണ്ടില്ല, മൂക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. മൂക്കെല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, കണ്ണും മൂക്കും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇനി അതിൽ ആ ഒരു രണ്ട് കൈയുടെയും ആ സെൻറ്ററിൽ റൗണ്ടായിട്ട് അത് ബ്ലാക്ക് ചെയ്യണമെന്നില്ല. ബ്ലാക്ക് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഒരു എടുപ്പായിട്ട് വരും.
ബ്ലാക്ക് റൗണ്ട് ഷേപ്പിൽ 4 ഭാഗത്തും. ഇനി കണ്ണിന് ഞാൻ അത് റൗണ്ട് ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അതിൽ കളർ ചെയ്ത് ഒട്ടിക്കാനായിട്ട്. ഇത് കണ്ടില്ലേ, ഇപ്പം തന്നെ നല്ല ഭംഗിയുണ്ട്. ഞാൻ 2 കണ്ണും കൂടി ഒട്ടിച്ചെടുത്താൽ മാത്രം മതി. ഇത്രത്തോളം ചെയ്തെടുത്ത് നല്ല ഒരു വലിയ ഒരു ക്രാഫ്റ്റ് മോഡൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ചും കൂടി വലിപ്പം, എത്രത്തോളം വലിപ്പം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഫ്ലവേഴ്സുകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്ക് കാണാനും നല്ല കൗതുകമുണ്ട്. നമുക്കത് പുറത്തുനിന്ന് വാങ്ങിക്കുകയും വേണ്ട. ഇനി ഇതിൽ അഡീഷണലായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ആ ഒരു ബ്ലാക്കിന് പകരം നമുക്ക് വേണമെങ്കിൽ ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റിൻ്റെ വേണമെങ്കിൽ ഒട്ടിച്ച് വെക്കുകയും ചെയ്യാം. ആ ചെവിയിലും അങ്ങനെ നമുക്ക് ചെയ്യാം. ഇതിപ്പം ഇത്രയും കണ്ണ് കളർ ചെയ്തെടുത്തതാണ്. വെറും ചാർട്ട് പേപ്പറിൽ ബ്ലാക്ക് ഉപയോഗിച്ച് കളർ ചെയ്തതാണ്. അതുപോലെ ആ മൂക്ക് വാങ്ങിക്കാൻ കിട്ടിയ സാധനമാണ്, അത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. സിമ്പിളായിട്ടുണ്ടല്ലോ, വലിയൊരു ക്രാഫ്റ്റ് ഐറ്റം ആയിക്കഴിഞ്ഞ് കാണാനും നല്ല ഭംഗിയുണ്ട്. ഇനിയെന്ന് വെച്ചാൽ ഇതിൽ കണ്ടില്ലേ, ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റിൽ നമ്മളൊരു ലവിൻ്റെ കട്ട് ചെയ്തെടുത്ത് ഇത് ആ ഒരു ഫ്രണ്ടിലോട്ട് ഒട്ടിച്ചെടുക്കാനായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏത് കളർ വേണമെങ്കിലും ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാം. പിങ്ക് കളറും ഉണ്ട്. ഏത് കളർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കളർഫുൾ ടെഡി ബെയറായിട്ട് മാറും. കണ്ടില്ലേ, മനോഹരമായിട്ട് നമുക്ക് ആ ഒരു അവിടെ ലവിൻ്റെ ഒരു ഷേപ്പ് കട്ട് ചെയ്ത് ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റിൽ അത് ഒട്ടിച്ച് കഴിഞ്ഞ് നല്ല രസമുണ്ട്. അത് മാത്രമല്ല കുറച്ച് വലിപ്പം ഉള്ളത് കൊണ്ട് കാണാനും കുറച്ച് ഭംഗിയുണ്ട്. ചെറിയ ഐറ്റംസ് ആയിരുന്നു. ഇതിനു മുമ്പ് ഞാൻ ചെറിയൊരു അതായത് ബൺ കൊണ്ടൊരു ടെഡി ബെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് വലുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിലും വലിയ വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ന്യൂസ് പേപ്പർ നമ്മൾ ചുരുട്ടുന്നത് കുറച്ചും കൂടി വലിപ്പത്തിലായിരിക്കണമെന്നേ ഉള്ളൂ. ആ ഒരു ഹെഡ് പോർഷനും അതുപോലെ തന്നെ എപ്പോഴായാലും നമ്മൾ ഈ ടെഡി ബെയർ ചെയ്യുക, അല്ലെങ്കിൽ പപ്പി അല്ലെങ്കിൽ പട്ടിക്കുട്ടി ചെയ്താലും ആ ഒരു വയറിൻ്റെ ഭാഗം വലിപ്പത്തിൽ തന്നെ ചെയ്യണം. ചെറുതായിരിക്കണം ഈ ഒരു ഹെഡ് പോർഷൻ ചെയ്യേണ്ടത്. ആ ഒരു ഹെഡ് പോർഷൻ ടെഡി ബെയർ ആണെന്നുണ്ടെങ്കിൽ മാത്രം ആ ഫ്രണ്ടിലോട്ട്, അതായത് ഹെഡ് പോർഷനിൽ ആ ഫ്രണ്ടിലോട്ട് ചെറിയ ഒരു ഇതുപോലെ, ഇതിപ്പോൾ നമ്മൾ ഫ്ലവർ ടിഷ്യൂ പേപ്പറിൻ്റെ ഫ്ലവർ ആവുന്നതുകൊണ്ട് ആ ടിഷ്യൂ പേപ്പറിൻ്റെ 2 ഫ്ലവർ ഒരുമിച്ച് വെച്ച് ആ ഒരു ഫ്രണ്ടിലോട്ട് ഒട്ടിച്ചെടുത്തപ്പോഴാണ് കുറച്ചും കൂടി വലിപ്പമായിട്ട് തോന്നിയത്. ആ മുഖ ഷേപ്പ് ഇതുപോലെ കളർ ചെയ്ത് മനോഹരമായിട്ട് നമുക്കെടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ക്രാഫ്റ്റ് ഐറ്റം കൂടിയാണ്.